വയനാട്ടിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച പുനരധിവാസ നടപടികളെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ കുഴഞ്ഞ് കെ മുരളീധരൻ. വീട് വയ്ക്കാൻ വസ്തു കിട്ടുന്നില്ലെന്നും സംസ്ഥാന സർക്കാരാണ് വസ്തു കണ്ടെത്തി തരേണ്ടതെന്നും മുരളീധരന്റെ വിചിത്രവാദം. സർക്കാരിന്റെ ടൗൺഷിപ്പുമായി സഹകരിക്കാത്തത് എന്തെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിനും മുരളീധരൻ മറുപടി പറഞ്ഞില്ല. വയനാട് ചൂരന്മലയിൽ 100 വീട് വാഗ്ദാനം ചെയ്തു. അപ്പോൾ എല്ലാവരും പ്രാദേശികമായി ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്തോ KPCC അതായത് അനുയോജ്യമായിട്ട് ഞാൻ പറയാം, വയനാട്ടിൽ വീട് വയ്ക്കാനുള്ള സാമ്പത്തികമൊക്കെ ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു പ്രയാസം എന്ന് പറയുന്നത് അവിടെ സ്ഥലം കിട്ടാൻ വലിയ പ്രയാസം. ഒന്ന്, പല സ്ഥലവും പരിസ്ഥിതി ലോല പ്രദേശമാണ്. ഒരു സ്ഥലത്ത് നിന്ന് വീടിന് സ്ഥലം കാണുമ്പോൾ അവിടെ മറ്റേ ഇതാണ് മറ്റേ പരിസ്ഥിതി ലോല പ്രദേശമെന്നൊക്കെ പറഞ്ഞിട്ട് പരാതി. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു കാര്യം സർക്കാരിനോട് പറഞ്ഞത്, നിങ്ങൾ സ്ഥലം ചൂണ്ടിക്കാണിച്ചു തന്നാൽ സ്ഥലത്തിൻ്റെ കാശുകൾ കൊടുക്കാം, വീട് വയ്ക്കാനുള്ള കാശുകൾ കൊടുക്കാം. പക്ഷേ ഒരു അനുയോജ്യമായിട്ടുള്ള സ്ഥലം പോലും ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ തയ്യാറായി. ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഓരോരുത്തരും ഓരോ തടസ്സമാണ്. അതല്ലാതെ വീട് വയ്ക്കുന്നതിന് യാതൊരു അലംഭാവമുണ്ട്. ഇപ്പം സർക്കാർ തന്നെ ഇപ്പോൾ എത്രയും നീട്ടിക്കൊണ്ടുപോകുന്നു. കാരണം വയനാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞാനവിടെ MP ആയിരുന്ന ആളാണ് 10-13 വർഷക്കാലം. സർക്കാരുമായിട്ട് ജോയിൻ്റ് ആയിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സർക്കാരിൻ്റെ ഭൂമിയാണെങ്കിൽ സർക്കാരിൻ്റെ വില അനുസരിച്ച് ഞങ്ങൾ കൊടുക്കാം. ലീഗിന്റെ ഒരുപാട് തർക്കങ്ങൾ പറഞ്ഞു. നൃപൻ ചേരുകയാണ്. നൃപൻ, ഇതിപ്പോൾ സർക്കാരാണ് കുറ്റവാളിയായി മാറിയിരിക്കുന്നത്. സർക്കാർ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുന്നു, അതുമായി സഹകരിക്കാതെ അന്ന് എന്തെല്ലാം ന്യായങ്ങൾ ഈ ടൗൺഷിപ്പിനെതിരെ വർത്തമാനം പറഞ്ഞ ആൾക്കാരിപ്പോൾ നിലവിളിക്കുകയാണ്. സർക്കാർ ഭൂമി കണ്ടെത്തി തരണം, സർക്കാർ അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. സത്യം പറഞ്ഞാൽ ഇവർക്ക് നാണമില്ലേ ഇങ്ങനെ സംസാരിക്കാൻ? നൃപൻ, തീർച്ചയായും ഷമ്മി, അത് പ്രേക്ഷകർ തീരുമാനിക്കേണ്ട കാര്യമാണ്. കാരണം ഭാവി പ്രതിയാവുന്ന അവസ്ഥയാണ്. സർക്കാർ ദുരിതബാധിതരെ കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടി ഒരു ടൗൺഷിപ്പ്, അതിൽ നിയമപ്രശ്നം ഉണ്ടായിട്ടുള്ള എസ്റ്റേറ്റ് അടക്കം നിയമപരമായ വഴികൾ തേടി അത് എടുത്ത ശേഷമാണ് സർക്കാർ ടൗൺഷിപ്പുമായി മുന്നോട്ട് പോകുന്നത്. ടൗൺഷിപ്പ് എവിടെ എന്നായിരുന്നു നേരത്തെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നേതാക്കളും ചോദിച്ചു. ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെ ടൗൺഷിപ്പ് വീടുകൾ, വളരെ സുരക്ഷിതമായ വീടുകൾ, ഭാവിയിൽ എത്ര കാലം വേണമോ എത്ര വേണമോ നിലകൾ അതിന് മുകളിൽ ഉയർത്താൻ കണക്കാക്കിയുള്ള സുരക്ഷിതമായ വീടുകൾ, ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന മാധ്യമങ്ങൾ തന്നെ അവിടെ പോയി മാധ്യമപ്രവർത്തകർ തന്നെ ലൈവ് ചെയ്യുന്ന കാഴ്ച ഇപ്പോൾ പുറത്തു വന്നു. ഇപ്പോൾ ആ ചോദ്യം ഇപ്പോൾ അവർ UDFും കോൺഗ്രസും അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള ന്യായം അവർ പറയുന്നത് വിചിത്രമായ ന്യായമാണ്, വിചിത്രമായ വാദമാണ്. സർക്കാർ ഭൂമി കണ്ടെത്തി കൊടുക്കണം, സർക്കാർ ഭൂമി കണ്ടെത്തിയിട്ടുണ്ട്, അവരോട് സഹകരിക്കാം. ഒരു വീടിന് ആ ഭൂമിയുടെ വില നിശ്ചയിക്കാതെ, ടൗൺഷിപ്പും അതിന്റെ മൂല്യങ്ങളും ഒന്നും കണക്കാക്കാതെ ഒരു വീടിന്റെ നിർമ്മാണത്തിന് വേണ്ടി മാത്രം 20 ലക്ഷം രൂപയാണ് ചിലവാക്കുന്നത്. ആ 20 ലക്ഷം രൂപ ഈ സർക്കാർ നൽകുകയാണെങ്കിൽ 100-ഓ 150-ഓ വീടോ ഒക്കെ ഇതേ മൂല്യത്തോടെ ഇതേ ഗുണനിലവാരത്തോടെ സർക്കാർ പണി നൽകും. അന്ന് ആ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് സഹകരിക്കാതെ VD സതീശൻ അതിന്റെ മുഖ്യമന്ത്രി ചെയർമാനായ കമ്മിറ്റിയിൽ ഒരു അംഗമാണ്. അവിടെ കോൺഗ്രസ് തീരുമാനിക്കുന്ന വീട് പ്രത്യേകിച്ച് പുറത്ത് നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞാണ് ആ പദ്ധതിയിൽ നിന്ന് കോൺഗ്രസ് UDF പിന്മാറിയത്. അതിനുശേഷം ഇതുവരെ ഭൂമി കണ്ടെത്തിയിട്ടില്ല, അർഹമായ തുക ഇതുവരെ പിരിച്ചെടുത്തിട്ടില്ല. ഗുണഭോക്താക്കൾ ഇപ്പോഴും ആ കോൺഗ്രസിന്റെ, പ്രത്യേകിച്ച് വയനാട് MLA ആയിട്ടുള്ള TCCന്റെ വീടിലും DCC ഓഫീസിൽ കയറി ഇറങ്ങുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് 1000 വീടുകൾ നേരത്തെ പ്രളയത്തിൽ പ്രഖ്യാപിച്ചു, അത് 500 വീടെന്ന് അവസാനം പറഞ്ഞു, അവസാനം 300 വീടിന്റെ കണക്ക് അവതരിപ്പിച്ചു. അതിൽ തന്നെ സന്നദ്ധ സംഘടനകൾ പണി ചെയ്ത MLA വീടടക്കം മുല്ലപ്പള്ളി പുറത്തുവിട്ട കണക്കിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു തരത്തിലുള്ള ഈ വസ്തുതാവിരുദ്ധമായ ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്നങ്ങ് തുറന്ന് ജനങ്ങളോട് പറഞ്ഞാൽ മതി. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു, സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ജനങ്ങളെ നേരിടാൻ പോവുകയാണ്. അപ്പോൾ ഉയരുന്ന ചോദ്യത്തിന് മുൻ KPCC അധ്യക്ഷനായ കെ മുരളീധരന് പോലും യുക്തിസഹജമായ ഒരു മറുപടി പറയാൻ കഴിയുന്നില്ല എന്നതാണ്. അതുകൊണ്ട് വയനാട് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും ജനങ്ങൾ ഇത് ചർച്ച ചെയ്യുകയും ചെയ്യും. ഷമ്മി, നൃപൻ, നമുക്കറിയാം ഈ ടൗൺഷിപ്പിന്റെ ആദ്യഘട്ടം മുതൽ ഇതിനെതിരായി എന്തുമാത്രം വിമർശനം ഇവരും ഈ UDFും ഈ മുസ്ലിം ലീഗും എല്ലാം കൂടി ചേർന്ന് ഉന്നയിച്ചു. എന്നിട്ടോ ഇവരെത്ര വീടാണെന്നറിയാമോ വാഗ്ദാനം ചെയ്തത്? 100 വീട് KPCC, 100 വീട് രാഹുൽ ഗാന്ധി, 30 വീട് യൂത്ത് കോൺഗ്രസ്,
അങ്ങനെ 230 വീട് വെച്ച് നൽകുമെന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇപ്പോൾ ചോദിക്കുന്നത് എവിടെയെങ്കിലും വസ്തു ഉണ്ടോ അവിടെ, എല്ലാം പരിസ്ഥിതി ദുർബല പ്രദേശമാണെന്ന്. ഇവരുടെ വാക്കിന് എന്തെങ്കിലും ഒരു വില ഈ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക്, അതും നമ്മൾ ആലോചിക്കണം. അവിടുത്തെ എല്ലാം സർവവും നഷ്ടമായ മനുഷ്യർക്ക് വേണ്ടി പിരിച്ച പൈസ എവിടെയാണെന്നറിയില്ല, ആ പൈസ കൊണ്ട് ആരുടെ കൈവശമാണെന്ന് പോലും അറിയില്ല. ഇങ്ങനെ നാട്ടുകാരുടെ പണം പിരിച്ചെടുത്ത് ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന് പിന്നെ ചോദിക്കുകയാണ് സ്ഥലം ഇല്ല അവിടെ വീട് വെച്ച് കൊടുക്കാൻ എന്ന്. നൃപൻ, പരിസ്ഥിതി ദുർബല പ്രദേശമാണെന്നും വയനാട്ടിൽ എങ്ങനെയാണ് ദുരിതം ഉണ്ടായതെന്നും ദുരന്തത്തിന് ശേഷം അത് പരിസ്ഥിതി ദുർബല പ്രദേശമാണെങ്കിൽ ആയതുകൊണ്ട് തന്നെ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും അതിന്റെ കാര്യങ്ങളും റവന്യൂ വകുപ്പിന്റെയും ദുരന്ത നിവാരണ വിഭാഗത്തിന്റെയും റവന്യൂ വകുപ്പിന്റെയൊക്കെ എല്ലാ അനുമതിയോടുകൂടി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമേ അവിടെ വീട് നിർമ്മിക്കാൻ കഴിയുള്ളൂ. അതിന്റെ പരിമിതി കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്, കോൺഗ്രസിനും പ്രതിപക്ഷ നേതാവ് പരിസ്ഥിതി വാദമൊക്കെ ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവിനൊക്കെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. അതൊക്കെ പ്രതിസന്ധി ഉണ്ടാവുമെന്ന് വ്യക്തമായി അറിഞ്ഞിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പിന്മാറ്റത്തിന് വേണ്ടി ഇങ്ങനെ ഒരു വിദഗ്ധവാദം അവർ പറയുന്നത്. ഷമി നേരത്തെ സൂചിപ്പിച്ചു, വിവിധ വീടുകളെ സംബന്ധിച്ച് അവസാനത്തെ 100 വീട് എങ്ങനെയായത്? ഈ പറഞ്ഞ പ്രത്യേകം രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതൊന്ന്, യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച 30 വീടുകൾ വേറെ, KPCC പ്രഖ്യാപിച്ചത് വേറെ. ഒപ്പം തന്നെ കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യ 100 വീടുകൾ ഏറ്റു. ആ വീട് ഇവർ മുടക്കി. ആ വീട് മുടക്കിയത് മാത്രമല്ല, അത് കോൺഗ്രസ് പ്രത്യേകം വീട് വെച്ച് നൽകുന്നുണ്ട്, അതിനൊപ്പം ചേർന്ന് സിദ്ധരാമയ്യയുടെ വീടും ചേർക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് വീട് 200 വീടാകണ്ടേ? ആ വീട് പോയി. അങ്ങനെ ഈ നമുക്ക് കേരളത്തിന് ലഭിക്കേണ്ട അർഹമായ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ മുടക്കുന്നതിനൊപ്പം പാവപ്പെട്ട ജനതകളെ, അതായത് ഈ പറഞ്ഞ വലിയ തരത്തിൽ പരിസ്ഥിതി വിഷയം ഉണ്ടായി, മണ്ണൊലിപ്പും ഈ ഉരുൾപൊട്ടലും ഉണ്ടായി, ഇങ്ങനെ വീടില്ലാതെ ഭവനരഹിതരായിരിക്കുന്ന മനുഷ്യരെ പോലും കബളിപ്പിക്കുന്നതിന് ഒരു തരത്തിലുള്ള മാന്യതയും ഒരു തരത്തിലുള്ള ഈ മനസാക്ഷി കുത്തും കോൺഗ്രസിന്റെ നേതാക്കൾക്ക് തോന്നുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ജനങ്ങൾ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഒരു സർക്കാർ, ഇടതുപക്ഷ സർക്കാർ എങ്ങനെയാണ് ലൈഫ് പദ്ധതി നടപ്പിലാക്കുന്നത്, പുനർഗേഹം പദ്ധതി എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്, അശരണരായ സാധാരണക്കാര മനുഷ്യർക്ക് ഭവന പദ്ധതികൾ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്, ഇപ്പോൾ വയനാട് ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഏറ്റവും കുറ്റമറ്റ രീതിയിൽ ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുള്ള വീട് ടൗൺഷിപ്പ് എങ്ങനെയാണ് നിർമ്മിച്ച് നൽകുന്നത്, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള അതിദരിദ്രരെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്, അവരെ സംരക്ഷിക്കുന്നത്, അതിലെല്ലാം വിമർശിക്കുകയും മുട്ടുന്യായങ്ങൾ പറയുകയും അല്ലാതെ തങ്ങൾ എന്ത് ചെയ്തു, തങ്ങൾ പ്രഖ്യാപിച്ച വാഗ്ദാനം എങ്ങനെ നടപ്പിലാക്കി എന്ന ചോദ്യത്തിനാണ് കെ മുരളീധരനെ പോലെയുള്ളവർ, സണ്ണി ജോസഫിനെ പോലെയുള്ളവർ, പ്രതിപക്ഷ നേതാവ് VD സതീശനെ പോലെയുള്ളവർ ഒക്കെ തന്നെ ഇങ്ങനെയുള്ള മുടന്തൻ ന്യായങ്ങൾ പറയുന്നത്. ഷമി.